കളിപ്പ് കട്ടക്കളിപ്പ് പറക്കും പാറിപ്പറക്കും ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ് പറക്കും. ടോവിനോ, ഞാൻ ഈ ഇൻ്റർവ്യൂയുടെ കാര്യം ഇങ്ങനെ ചുമ്മാ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞത് ഈ ടോവിനോനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന്. എന്നെ എന്തുകൊണ്ടാണ് ഈ പെൺപിള്ളേർ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്നത്? എനിക്കത് പുതിയ വാർത്തയാണ്. പുതിയ വാർത്തയാണ്, ഇന്ന് കിട്ടിയ വാർത്ത. അതാണ് നിങ്ങളുടെ കയ്യോടെ എന്നെ എന്തിനാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? അവരെന്തിനാണ് അതായത് എന്നിട്ട് എന്ത് ഔഷധ ഗുണം കണ്ടിട്ടാണ് നിങ്ങളെ തട്ടിക്കൊണ്ടു എന്തിനാ വലിയ അസുഖം തോന്നിയില്ല. പിന്നെ പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴേ ഇത്രയും ഒരു ആക്സെപ്റ്റബിലിറ്റി പെട്ടെന്ന് വന്നത്? അത് ഞാനും ആലോചിക്കായില്ല. ഇപ്പോൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ മറ്റേ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നതിൻ്റെ മൊയ്തീനിൽ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടു, ഒരു വിഭാഗക്കാർ എന്നതിൻ്റെ മൊയ്തീനിൽ ഇഷ്ടപ്പെട്ടു, സ്റ്റൈൽ ഇറങ്ങിയപ്പോൾ അത് അങ്ങനെ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടു, പിന്നെ ഗപ്പി ഇറങ്ങിയപ്പോൾ അത് വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായി. പിന്നെ അത് തിയേറ്ററിൽ വിജയിക്കാതെ പോയതിൻ്റെ ഒരു സഹതാപതരം കൊണ്ടോ എന്നും എനിക്ക് തോന്നി. സന്തോഷമുള്ളൂ. അതൊക്കെ എൻ്റെ അടുത്തൊരു സിനിമയ്ക്ക് ഗുണമാവുന്നതിൽ. അപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ജോലിയെ എന്നും സമീപിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം, എൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടിട്ടായിരിക്കാം ഒരു സ്നേഹം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ തിരിച്ചറിയുന്നു, ആളുകൾ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും. ഞാൻ 2 ഇൻ്റർവ്യൂവിന് മുമ്പ് നടത്തിയ ഒരു ടൊവിനോ അല്ല ഇപ്പോൾ നിൽക്കുന്ന ടൊവിനോ. ഞാൻ കുറച്ചുകൂടെ കാണുന്നത് കുറച്ചുകൂടെ മെച്യൂറായിട്ട്, കുറച്ചുകൂടെ സോഷ്യൽ ഇഷ്യൂസിൽ ഭീകരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാം. അന്ന് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കാനും അത് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ആളുകൾ വളരെ കുറവായിരുന്നു. കാര്യം എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ഇവനെന്തിനാ വെറുതെ കിടന്ന് തിളക്കണേ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക. ഈ സ്പൈഡർമാൻ സിനിമയുടെ അവസാനത്തിൽ എഴുതി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് കൂടുതൽ പവർ, കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുകയാണ്. ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇട്ട് നാളെ രാവിലെ വിപ്ലവം വരും എന്ന് പറഞ്ഞിട്ട് മുട്ട അടവെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരാളല്ല ഞാൻ. ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ചിന്തിച്ചിട്ട് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുമ്പോഴാണല്ലോ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഞാൻ കാണുന്നതെല്ലാം, ഞാൻ കേൾക്കുന്നതെല്ലാം, ഞാൻ പറയുന്നതെല്ലാം, ഞാൻ ചെയ്യുന്നതെല്ലാം ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതൊന്നും സെൻസിബിളായിട്ടല്ല നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും സ്വാഭാവികമായിട്ടും. അപ്പോൾ മെക്സിക്കൻ അപാരത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മളിപ്പം സിനിമയുടെ കാര്യം പറഞ്ഞില്ല, പിന്നെ നമ്മൾ അപ്പോൾ ഈ സിനിമ എന്താണ്? മെക്സിക്കൻ അപാരത ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്ന മഹാരാജാണ്, ഈ ക്യാമ്പസിലാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് നല്ലൊരു സീനുണ്ട്, ഞാനും നായകയും കൂടുതലൊരു സീനുണ്ട് ഇവിടെ. അപ്പോൾ മെക്സിക്കൻ അപാരത എന്ന് പറയുന്നത് പലർക്കും ഒരു തെറ്റുകാരനുണ്ടായി. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ മോശമാക്കി കാണിക്കാനും മറ്റു പാർട്ടിക്കാരെ നന്നാക്കി കാണിക്കാനും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊരു സാങ്കല്പിക കോളേജിൽ സാങ്കല്പിക കുറച്ച് പ്രശ്നമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മളും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും പലർക്കും. ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കോളേജ്, സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങൾ, സാങ്കല്പികമായിട്ടുള്ള 2 പാർട്ടികൾ. പക്ഷെ നമ്മളിത് സങ്കല്പിച്ചിരിക്കുന്നത് പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ്. ഈ കഥയുടെ പല അംശങ്ങളും, പല ഇൻസിഡൻസ് ഇതെല്ലാം ഒരു സ്ഥലത്ത് നടന്നതല്ല, പലതും എടുത്ത് കൂട്ടി വെച്ചിട്ടാണ് ഈ കഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടികളും SFY, KSQ എന്നുള്ള 2 പാർട്ടികളാണ്. നമുക്ക് ആരെയും വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിയെ മോശമാക്കി കാണിക്കുന്ന അങ്ങനത്തെ യാതൊരു ഉദ്ദേശവും ഈ സിനിമയ്ക്കില്ല. കളിപ്പ് കട്ടക്കളിപ്പ് കളിപ്പ് കട്ടക്കളിപ്പ് പറക്കും പാറിപ്പറക്കും ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ് പറക്കും പാറിപ്പറക്കും ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ് കളിപ്പ് കട്ടക്കളിപ്പ്
ടൊവിനോ എന്ന ഒരു നടൻ്റെ ഗ്രോത്ത് നമ്മൾ കണ്ടതാണ്. ABCD തൊട്ട് കണ്ടാണ്. ആ സമയത്ത് ടൊവിനോ ചെയ്ത റോളുകൾ നമ്മൾ കണ്ടാണ്. പിന്നീട് മെച്യൂറായിട്ടുള്ള റോളുകൾ, അതായത് നമ്മൾ ഒരിക്കലും ടൊവിനോ ഒന്നും പ്രതീക്ഷിക്കാത്ത, ഒരു പക്ഷേ ആദ്യം വന്നപ്പം നമ്മളൊരു അമുൽ ബേബി ടൈപ്പ് റോളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ റോളാണിത്. അഭിനയത്തിൽ ഹോംവർക്ക് നടത്താറുണ്ടോ? ആദ്യം ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലത്തെ വേഷങ്ങൾ തന്നെയാണ്. ഇതെന്നെ തേടി വരുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. മുമ്പ് ഞാൻ വർഷത്തിൽ 20 കഥയാണ് കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മാസത്തിൽ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഓപ്ഷൻസ് കൂടുമ്പോഴാണല്ലോ നമുക്ക് ക്വാളിറ്റി നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള ഇത് കൂടുതലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് മെച്യൂരിറ്റി തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഒരു എന്ത് കാര്യമാണെങ്കിലും ബൈ എക്സ്പീരിയൻസ് നമുക്കൊരു മെച്യൂരിറ്റി വരും. നമുക്കൊരു ജഡ്ജ്മെൻറ്റും എല്ലാം വരുന്നത് ബൈ എക്സ്പീരിയൻസ് ആണ്. ഓരോ സിനിമയും കഴിയുമ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആസ് ആൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീയിങ് ഒക്കെ ഒരു എവല്യൂഷനാണ്. ആദ്യത്തെ സിനിമയിൽ എനിക്ക് അറിയാതിരുന്ന കുറേ കാര്യങ്ങൾ ആ സിനിമ കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടി. രണ്ടാമത്തെ സിനിമയിൽ നിന്ന് ഞാൻ ഈ കാര്യം എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കാര്യം ഒരു കഴിവില്ലാത്ത ആരും ഇന്നേവരെ ജനിച്ചിട്ടില്ല. എല്ലാ കഴിവുകളോടും കൂടിയിട്ട് ആരും ജനിച്ചിട്ടില്ല. അപ്പോൾ എവ്രി പേഴ്സൺ വി മീറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് ഏതൊരു നടനായിട്ട് ഇവോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇവോൾവ് ചെയ്യാനായിട്ട് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ തന്നെയാണ് ചുറ്റുമുള്ളവരൊക്കെ. രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തീനാളം, രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തീനാളം. ഇവളാരോ ഇവളാരോ ആരോ ആരോ, ഇവളാരോ ഇവളാരോ ആരോ ആരോ. കരിമുകിലലകളിൽ മിന്നൽ പിണറുപോൽ, എരിവയിൽ വേനലിൽ ഒരു മഴത്തുള്ളി പോൽ. ആരോ ഇവളാരോ ആരോ ഇവളാരോ ആരോ ഇവളാരോ. നേരത്തെ പറഞ്ഞാൽ ഒരു മാസത്തിൽ 20 തിരക്കഥ വന്നിരുന്നു. ഇപ്പോൾ അതിലും വളരെ കൂടുതലാണ് വരുന്നത്. ഈ തിരക്കഥകളിൽ ആദ്യം നോക്കുന്നത് ടൊവിനോനെയാണോ? അല്ല, ഞാൻ 2-3 കാര്യങ്ങളാണ്. ചുരുങ്ങിയ പക്ഷം ആ സിനിമ ഞാനെങ്കിലും തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയായിരിക്കണം. അതാണല്ലോ വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസ്, ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. ആ കഥ എന്തിനാണ് എടുക്കുന്നത്. അത് പെട്ടെന്ന് ഒറ്റ കേൾവിയിൽ എനിക്ക് അത് സെൻസിബിളായിട്ട് തോന്നിയില്ലെങ്കിലും അതിൻ്റെ സെൻസിബിലിറ്റി എനിക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഡയറക്ടർ ഉണ്ടായാലും മതി. എന്തിനാണ് ആ സിനിമ എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഡയറക്ടർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. കാര്യം ഒറ്റയടിക്ക് ഞാൻ തീരുമാനം എടുക്കാറില്ല ഒരിക്കലും. എപ്പോഴും ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ആ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഈ സിനിമയിലല്ലാതെ തന്നെ പല ഇഷ്യൂസും വരുമ്പം ടൊവിനോ വിളിക്കുമ്പോൾ ടൊവിനോ അത് ആദ്യം തന്നെ അത് ജഡ്ജ് ചെയ്തിട്ട് വരാം അല്ലെ വരില്ല എന്നുള്ള 2 വാക്കേ ഉള്ളൂ. അല്ലാണ്ട് നോക്കട്ടെ വരില്ല എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള സാധനത്തിൻ്റെ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഭയങ്കര രൂക്ഷമായിട്ടാണ് ടൊവിനോ പ്രതികരിച്ചത്. അത് ഞാൻ അന്ന് അവിടെ പ്രതികരിച്ചപ്പോൾ പറയാൻ പറ്റാതിരുന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ആ ഒരു സ്ത്രീക്കെതിരെ മാത്രം സംഭവിക്കാവുന്ന കാര്യമല്ല, സ്ത്രീകൾക്കെതിരെ മാത്രം സംഭവിക്കാവുന്ന കാര്യമില്ല. നാളെ എനിക്കോ അനീഷേട്ടനോ ഇവിടെയുള്ള ആർക്കും സംഭവിക്കാം. അത് എത്ര പണക്കാരനോ പാവപ്പെട്ടനോ ആർക്കും സംഭവിക്കാം. അതായത് ആർക്കും ആരെയും ആക്രമിക്കാവുന്ന, എത്ര സെക്യൂരിറ്റി ഉള്ള ആളെ വേണമെങ്കിലും ആക്രമിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയോട് ആ കാറിനകത്ത് വെച്ച് ചെയ്തതെല്ലാം എന്നോടോ നിങ്ങളോടോ ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടും അത് ആർക്കോ സംഭവിച്ച സംഭവമായിട്ടും കാണേണ്ട സംഭവമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നത്. അല്ലാതെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പലപ്പോഴും സ്ത്രീകളെക്കാൾ ശക്തനാണ് പുരുഷൻ എന്ന് പറയുന്ന ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് കൂടുതലും നമ്മൾ കാണുന്നത് ഇതാണ്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാണ്. ഞാൻ അന്ന് വളരെ വേദനയോടെ തന്നെ ഞാൻ പറയട്ടെ, ജുവനൈൽ ക്രൈമായിട്ട് കണ്ടുകൊണ്ട് ഒരു പയ്യനെ വെറുതെ വിട്ടല്ലോ.
വെറുതെ വിടുക വെച്ചാൽ തയ്യൽ മെഷീനും 10,000 രൂപയും കൊടുത്ത് വിട്ടല്ലോ. ഞാൻ എൻ്റെ അപ്പൻ ലോയറാണ്. ലോയറായിട്ടുള്ള എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുന്നത് ജുവനൈൽ ക്രൈമിൽ അവനെ പിടിച്ച് അകത്തിടാനുള്ള നിയമമില്ല. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തു. കാര്യം അവനെ ജുവനൈൽ ഹോമിലേക്ക് വിടാൻ പറ്റുള്ളൂ, ജയിലിലേക്ക് വിടാനുള്ള നിയമമില്ല. അവൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 9 മണിക്ക് ശേഷം ഒരു പെൺകുട്ടീനെ കണ്ടപ്പോൾ അവൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് കരുതിയത്. പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അവന് മനസ്സിലായില്ല, അത് കൊന്നു കഴിഞ്ഞിട്ടാണോ അവന് മനസ്സിലായത്.